ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി ടേസ്റ്റി കിച്ചൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കയ്യിലിരിക്കണതുണ്ടോ, ഇത് ബീഫ് ഉണങ്ങിയതാണ്. അപ്പോൾ സാധാരണ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോഴാണ് ഇത് കൊണ്ടുവരാറ്. ഇത് ഗൾഫിൽ ചൂടിൽ ബീഫ് എങ്ങനെ ഉണങ്ങിയെടുത്തതെന്ന് നമുക്ക് നോക്കാം. പുകയത്തൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. വീട്ടിൽ കുഞ്ഞിലെ മുതലേ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. അപ്പനും അമ്മയും കൂടിയാണ് ഇതൊക്കെ ചെയ്യാറ്, വെയിലത്തിടലും പുകയത്തിടലും ഒക്കെ കൂടിയിട്ട്. അപ്പം ഞാനിത് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇത്തവണ എൻ്റെ ആണെങ്കിൽ തീർന്നും പോയി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. അപ്പോൾ ഇവിടെ നല്ല ചൂട്. അപ്പം ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് വേഗം പോകാം. അപ്പോൾ ഇത് 3 കിലോ ബീഫാണ്. ലുലുവിലെ ചേട്ടൻ്റെ അടുത്ത് നിന്ന് ഉണങ്ങാനുള്ളതാന്ന് പറഞ്ഞ് നല്ല നീളത്തിൽ കട്ട് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ചധികം ഉപ്പും കുറേ അധികം മഞ്ഞൾപ്പൊടിയൊക്കെ മിക്സ് ചെയ്യുക. നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ടാൽ നല്ലതായിരിക്കും. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇടുക. ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും എല്ലാം നന്നായി മിക്സ് ചെയ്ത് കുറച്ച് നേരം വെക്കുക. എനിക്ക് തോന്നിയത് നാട്ടിൽ ഉണങ്ങുന്നതിനേക്കാളും ഈസി ഇവിടെയാണെന്നാണ്. കാരണം ഇവിടെ നല്ല ചൂടുണ്ടല്ലോ, പെട്ടെന്ന് നന്നായിട്ട് ഉണങ്ങി കിട്ടും. പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ പുകയത്തിടാൻ പറ്റില്ലാത്തതുകൊണ്ട് കുറച്ച് ടേസ്റ്റ് കുറവുണ്ടാവും കേട്ടോ. ആ പുകയത്തിടുന്ന ഇടിയിറച്ചിയുടെ ടേസ്റ്റ് ഉണ്ടാവില്ല. എന്നാലും നമുക്കിത് നല്ല അടിപൊളിയായിട്ട് ചെയ്യാമല്ലോ. മാരിനേറ്റ് ചെയ്ത് വെച്ച ബീഫ്, അപ്പോൾ ഞാനിത് ഓരോന്നായിട്ട് കമ്പിയിൽ ഇങ്ങനെ കോർത്തിടുക കേട്ടോ. കുറച്ച് ഗ്യാപ്പ് വരുന്ന രീതിയിൽ കോർത്തിടണം. അപ്പോഴാണല്ലോ എയർ സർക്കുലേഷനൊക്കെ ഉണ്ടായിട്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടുള്ളൂ. ഞാനിത് ഉണങ്ങിയെടുത്ത് വെച്ചിട്ട് ഫ്രൈയും കൂടെ ചെയ്തിട്ടാട്ടോ ഈ വീഡിയോ ഇടുന്നത്. അപ്പം എനിക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്, നമുക്കും ഇത് ഇങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം ഞാനിത് 1 കിലോ ബീഫ് വാങ്ങിച്ചിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കി. അപ്പോൾ നന്നായി വന്നപ്പോൾ വീണ്ടും വാങ്ങിച്ചു. അങ്ങനെ ഞാനൊരു 4-5 കിലോ ഇങ്ങനെ ഉണങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിള്ളേർക്കും നല്ല ഇഷ്ടമായി ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ ചെയ്ത് വെച്ചു. അപ്പോൾ എൻ്റെ ബീഫെല്ലാം കമ്പിയിൽ കോർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്ത് ഉണങ്ങാനിടണം. അപ്പം ഞങ്ങളുടെ ബാൽക്കണിയിൽ ഈ സമയത്ത് ജൂലൈ ഓഗസ്റ്റിൽ അത്യാവശ്യം വെയിലുണ്ട് കേട്ടോ. അത്യാവശ്യം വെയിലെന്നല്ല, ഇവിടുത്തെ ചൂടൊന്നും പറയണ്ടല്ലോ, 50 ഡിഗ്രി വരെ വരുമല്ലോ. അപ്പം ഞാനിത് ബാൽക്കണി കൊണ്ടിട്ടു. ബാൽക്കണിയിൽ ഒരു 10 മണിക്ക് ഇട്ടതിന് ശേഷം ഇത് കണ്ടോ, ഒരു 2-3 മണി ആയപ്പോഴേക്കുള്ള അവസ്ഥയാണ്. ഇത് 3rd ഡേ ആണ് കേട്ടോ. അപ്പോൾ 3rd ഡേ ആയപ്പോഴേക്കും നന്നായിട്ട് ഉണങ്ങി കിട്ടി. എൻ്റെ ഒരു ഫ്രണ്ട് ചെയ്തിട്ട് നന്നായെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് കേട്ടോ ഞാനും ഇത് ചെയ്യാമെന്ന് വെച്ചത്. അപ്പോൾ അങ്ങനെ എൻ്റെ നല്ല അടിപൊളിയായിട്ട് എൻ്റെ ഫ്രീസറിൽ ബീഫ് ഉണങ്ങിയത് ഇരിപ്പുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊക്കെ അഴിച്ചെടുത്തിട്ട് ഇത് ഓരോ പീസും കമ്പിയിൽ നിന്ന് മാറ്റി വയ്ക്കുക. പിന്നെ നമുക്കിത് ഒരു സിപ്ലോ കവറിലാക്കിയിട്ട് മാറ്റി വെച്ചാൽ മതി. ഫ്രിഡ്ജിലോ ഫ്രീസറിലോ വെക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ, നന്നായിട്ട് ഉണങ്ങിയതല്ലേ. എന്നാലും ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി. പിന്നെ നമുക്ക് ആവശ്യത്തിന് അതിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് പീസ്, 2-3 പീസൊക്കെ എടുത്താൽ മതി ഒരു നേരത്തിന്. അതെടുത്ത് നന്നായിട്ട് ചതച്ചെടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്തെടുക്കുന്ന വീഡിയോ പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ബീഫ് വാങ്ങി എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് നല്ല എളുപ്പമാണ് ചെയ്യാനൊക്കെ. ഇവിടെ ഗൾഫിലൊക്കെ ആണെങ്കിൽ നല്ല ചൂടുള്ളതുകൊണ്ട് നല്ല പെട്ടെന്ന് ചെയ്യാം. നാട്ടിലുള്ളവർ പിന്നെ പുകയത്തൊക്കെ ഇട്ട് ചെയ്യുമല്ലോ. മാർക്കറ്റിൽ ഇതിന് ഇടിയിറച്ചിക്ക് ഭയങ്കര വിലയാണ്. അപ്പോൾ നമുക്ക് ബീഫ് വാങ്ങിച്ചിട്ട് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഭയങ്കര ഈസി അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസുമായിട്ട് അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.